പ്രിയ കൂട്ടുകാരെ, കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ എന്ന ഈ പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലെ സന്തോഷേട്ടനാണ്. സന്തോഷേട്ടാ, ഇപ്പോൾ ചാറ്റിങ്ങും മെസ്സേജിങ്ങും ടെക്സ്റ്റിങ്ങും ഒക്കെ ഒത്തിരി കോമൺ ആയിട്ടുള്ള ഒരു കാലത്തിലാണ്, കൗമാരപ്രായക്കാർ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കിന്നൊന്ന് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും. ഇന്നത്തെ കുട്ടികളെ വാസം പറഞ്ഞാൽ ലോകം വിരൽത്തുമ്പിലാണ്. എന്നുവെച്ചാൽ അവന് എന്ത് സംശയമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ചോദിക്കുന്നത് ഇപ്പം എന്തിനാണ്, നമ്മൾ കമ്പ്യൂട്ടറിനോടാണ്, ഏതൊരു കാര്യത്തിന് വേണ്ടി. പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഫേസ്ബുക്കും ചാറ്റിങ് ഇതെല്ലാം ദൈവികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം നന്മയിലേക്ക് തിരിയുന്നു. മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ തിന്മയിലേക്ക് തിരിയുന്നു. അപ്പോൾ അവന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഡോണ എന്ന പേരുള്ള പെൺകുട്ടിയുടെ അനുഭവമാണ്. അവൾ രസത്തിന് ആരംഭിച്ച ചാറ്റിങ് അത് വലിയൊരു പ്രേമബന്ധത്തിൽ പോയി അവസാനിച്ചു. ഇപ്പോൾ അവൾക്ക് തിരിച്ചു പോരാനായിട്ട് പറ്റുന്നില്ല. അത്രമാത്രം ആ കുട്ടി ആ തിന്മയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അത് ഈ അടുത്ത കാലത്താണ് വീട്ടുകാരറിഞ്ഞത്. അവരെല്ലാ വിധത്തിലും ശ്രമിച്ചിട്ടും ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് വളരെ വിഷമത്തോടു കൂടി ഈ ഡോണ മോളെ ഇങ്ങനെ ധ്യാനത്തിനായിട്ട് കൊണ്ടുവന്നു. കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഒരേ ഒരു മോളെ ഇവൾ കൈവിട്ട് പോവുകയാണ്. ഇവൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്രമാത്രം ടെൻഷനാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ കുടുംബത്തിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഭവനമാണ്. അപ്പയ്ക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, അമ്മയ്ക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. രണ്ടുപേരും സമൂഹത്തിൽ അത്യാവശ്യം നല്ല ജോലികൾ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഡോണയോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചു. ഡോണേ, നിനക്കെന്താണ് പറ്റിയത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞാണ്, ഞാൻ എൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഫ്രീ ടൈമിലൊക്കെ രസത്തിന് എന്ത് ചെയ്യുന്നു, ചാറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഞങ്ങൾക്കൊരു കൊച്ചു ഫേസ്ബുക്കുണ്ട്. അങ്ങനെ ഫേസ്ബുക്കിലൂടെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അപ്പോൾ അയാളുമായിട്ട് എന്ത് ചെയ്തു, ചാറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആദ്യമെല്ലാം ഈ കുട്ടി ഒരു രസത്തിനാണ് ആരംഭിച്ചത്. പക്ഷേ ആ രസത്തിൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു, നമ്മൾ അകലാനാവാത്തവണ്ണം അടുത്തു പോകുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഞങ്ങൾ വീട് കൊച്ചിനോട് വിളിച്ചു, മോനെ നിനക്കിത് എങ്ങനെയാണ് ഇതൊക്കെല്ലാം പഠിച്ചത്? അപ്പോഴവൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, പപ്പയും മമ്മിയൊക്കെ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനും ഇത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അപ്പയോടും അമ്മയോടും സംസാരിച്ചു. അപ്പയോടും അമ്മയോടും സംസാരിച്ചപ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റിയത്. കാരണം അപ്പൻ എന്ത് ചെയ്തു, പിതാവ് എന്ത് ചെയ്തു, കുറച്ച് നാൾ മുമ്പ് അവരുടെ വീട്ടിലെ കമ്പ്യൂട്ടർ വന്നപ്പോൾ രസത്തിന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്തു. അപ്പം അദ്ദേഹം രസത്തിനൊന്ന് ഒരു വ്യക്തിയുമായിട്ട് ചാറ്റിങ് ആരംഭിച്ചു. അത് ഈ മോള് കാണുന്നുണ്ട്. മോൾക്ക് മനസ്സിലായി പപ്പ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ യങ് ജനറേഷന് പെട്ടെന്ന് കാര്യം മനസ്സിലാവില്ല. അവൾക്ക് മനസ്സിലായി. പക്ഷെ അവളൊന്നും വണ്ടിയില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് മനസ്സിലായത്. അമ്മ മനസ്സിലായി. അമ്മ എന്ത് ചെയ്യുന്നതിന് ഇടപെട്ട് പപ്പ എന്ത് ചെയ്യുന്നു, അത് സ്റ്റോപ്പ് ചെയ്തു. പപ്പയുടെ സ്റ്റോപ്പ് കഴിഞ്ഞ് പപ്പ എന്ത് ചെയ്യുന്നു, റിലീഫ് ചെയ്തു. നല്ല മനുഷ്യനാണ്. രസത്തിന് കയറി നിർത്തണം തോന്നി, നിർത്തി പുറത്തിറങ്ങി. അപ്പൻ്റെ ഇതെല്ലാം നിർത്തി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കൊരു ദിവസം തോന്നി, എന്തുകൊണ്ട് ഇതെന്നാന്ന് അറിയാൻ വേണ്ടി അമ്മ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ പ്രോഗ്രാമിൽ കയറി. അപ്പം അമ്മയ്ക്ക് സന്തോഷം. നമുക്കറിയാം, ചാറ്റിങ്ങിലേക്ക് ഫേസ്ബുക്കിൽ കയറുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്, ഒരു ത്രില്ലുണ്ട്. അങ്ങനെ സന്തോഷം വന്ന് അപ്പോഴും ഈ വിവരം ആരറിയുന്നുണ്ട്? ഡോണ അറിയുന്നുണ്ട്. എടാ, അമ്മ ഇപ്പോൾ അപ്പം ഇത്ര ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പം അതേ അമ്മയും ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, നമുക്കറിയില്ല. കുട്ടികൾക്ക് എല്ലാ കാര്യവും തുടങ്ങുമ്പോൾ നോക്കി അറിയാമല്ലോ. അങ്ങനെ ഇവൾക്ക് മനസ്സിലായി. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അമ്മയ്ക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ കുടുംബത്തോടും തൻ്റെ ഭർത്താവിനോടുള്ള കടമകളിൽ വീഴ്ച വരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അമ്മ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അമ്മ എന്നിട്ട് നോർമൽ ലൈഫിലേക്ക് വന്നു, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് വന്നു.
അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ടാണ് ആര് തുടങ്ങുന്നത്? മകൾ. ഡോണ തുടങ്ങുന്നത്. ഡോണ ഇതിനകത്ത് കയറി, ആ കയറിയ വഴിക്ക് അല്ലെങ്കിൽ കയറി അതിനകത്ത് മോൾ പറഞ്ഞതുപോലെ ഒരു സന്തോഷം ലഭിച്ചു, ആവേശം ലഭിച്ചു. പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ +2 ആണ് പഠിക്കുന്നത്. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ തന്നെ ഇതിലോട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യണം. മെയിനായിട്ട് വീട്ടുകാർ അനുവദിക്കും, എന്താ അസൈൻമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് നെറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. അതിനുശേഷം അവർ മാറിക്കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ കൊച്ച് വന്നു തുടങ്ങി. എന്നിട്ട് ഇവിടെ പറഞ്ഞതെന്നറിയാമോ, ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നശിക്കാനുള്ള പോക്കാണ്. പക്ഷേ ഞാൻ പിടിച്ചിട്ടോ ഞാൻ എന്നോട് തന്നെ നോ പറഞ്ഞിട്ടൊന്നും എനിക്ക് നിർത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോഴൊരു കാര്യം മനസ്സിലായ, അപ്പൻ പിതാവ് ചെയ്തപ്പോൾ തെറ്റെന്ന് മനസ്സിലായപ്പോൾ പിതാവ് ബ്രേക്ക് ഇട്ടു, അവിടെ അങ്ങ് നിന്നു. അമ്മയും ബ്രേക്ക് ഇട്ടു, അമ്മയുടെ നിന്നു. മോൾക്കെന്ത് കിട്ടുന്നില്ല? ബ്രേക്ക് കിട്ടുന്നില്ല. ഈ അവസ്ഥയിലാണ് മോൾ എവിടെ പോയി നിൽക്കുന്നത്? വേർപിരിയാനാവാത്ത വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങളവർ 3 പേരിരിക്കെ അവരോട് പറഞ്ഞു, എന്ത് ചെയ്യുന്നു, പ്രഭാഷകൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 4-ാമതൊരു വാക്യമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 30:4, 30-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല, തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. വചനം പറയാണ്, പിതാവ് ഒരിക്കലും മരിക്കുന്നില്ല, അവനെപ്പോലെ തന്നെ ഒരുവനെ അവശേഷിപ്പിക്കില്ല. ബൈബിൾ പറയാണ്, ആ പിതാവ്, വേറെ പറഞ്ഞാൽ മാതാപിതാക്കൾ ഒരിക്കലും മരിക്കുന്നില്ല, അവരെ പോലെ തന്നെ ആരുണ്ട്? മക്കളുണ്ട്. സന്തോഷ് ചേട്ടാ, ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ ചെയ്യുന്ന പാപങ്ങൾ അതേവണ്ണം തന്നെ ചെയ്യുന്നവരാണ് ഒരു പക്ഷേ മക്കളെന്നും. ഇത് എത്രത്തോളം ശരിയാണ്? അത് പൂർണ്ണമായിട്ട് ശരിയല്ല. പക്ഷേ ചിലത് എന്ത് ചെയ്യുന്നു, മാതാപിതാക്കളെ പോലെ തന്നെ മക്കൾ വരാം. ഉദാഹരണമായിട്ട് ഒരപ്പയ്ക്ക് നന്നായിട്ട് പാടാനും കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ മക്കളിൽ ആരെങ്കിലുമൊക്കെ പാടാൻ സാധ്യതകളുണ്ട്. എല്ലാവരും വേണമെന്നില്ല, ചിലവർ. ഇതേപോലെ തന്നെ ചില പാപ സ്വഭാവങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് അതേപടി ആരിലേക്ക് വരാം? മക്കളിലേക്ക് വരാം. മാതാപിതാക്കൾ പാപം ചെയ്തു എന്ന് കരുതി, ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി അതേ തെറ്റ് ആവർത്തിക്കാൻ ദൈവം ഒരിക്കലും മക്കൾക്ക് അനുവാദവും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ചില കുട്ടികളൊക്കെ പറയും, പപ്പായ്ക്ക് മദ്യം കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും കഴിച്ചുകൂടാ, അല്ലെങ്കിൽ പപ്പ ബീഡി വലിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, എന്തുകൊണ്ട് എനിക്കും വലിച്ചുകൂടാ. അത് ശരിയല്ല. ചില കുട്ടികളെ സംബന്ധിച്ചോളം ബൈബിൾ നമ്മളതിനെ സഹായിക്കുന്ന സംഭവം പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നു, ഇവിടെ ഡോണയെ സംബന്ധിച്ചോളം ഡോണയ്ക്ക് സംഭവിച്ചത്, പപ്പ ചെയ്യുന്നു, മമ്മി ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ. പപ്പ നിർത്തിയ കാര്യവും എന്തുകൊണ്ടാണ് നിർത്തിയെന്നുള്ളത് ആരറിഞ്ഞിട്ടില്ല? മോൾ അറിഞ്ഞിട്ടില്ല. പപ്പ എന്തുകൊണ്ട് നിർത്തി, അല്ലെങ്കിൽ മമ്മി ഇത് ചെയ്യാൻ തുടങ്ങി, മമ്മി ഒരു 6 മാസം കൊണ്ട് നിർത്തി, മമ്മി എന്തുകൊണ്ടാണ് തുടരാതെ നിർത്തി എന്ന് അറിഞ്ഞില്ല. അവൾ നോക്കിയപ്പോൾ എന്താ, ഇവർ 2 പേരും ചെയ്യുന്നു, അപ്പോൾ എനിക്കും ചെയ്യുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല. ഈ ഒരു തോന്നലാണ്. അത് വെച്ചാൽ മമ്മിയും പപ്പായും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതേപടി മോൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. പക്ഷെ മമ്മിയും പപ്പായും ഒരു പക്ഷേ ഞങ്ങൾ നിർത്തിയത് ഇന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളൊരിക്കലും ഒരു പക്ഷേ പോകുകയില്ലായിരുന്നു. പോകാൻ കാരണം എന്താ, ഇവർ ചെയ്ത കാര്യം ശരിയെന്ന് ആര് ധരിക്കുന്നു? മോൾ ധരിക്കുന്നു. ഉദാഹരണമായിട്ട് ഒരു ഫോട്ടോ കോപ്പി, നമ്മൾ എന്താണോ മാസ്റ്റർ വെക്കുന്നത് അല്ലെങ്കിൽ മെയിൻ പേപ്പർ വെക്കുന്നത് അതിൻ്റെ കോപ്പിയാണ്. കോപ്പിയിൽ തെറ്റ് വരുമ്പോൾ എടുക്കുന്ന എല്ലാ കോപ്പിയും തെറ്റ് വരും. അത് തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ മാസ്റ്ററിൽ ആദ്യത്തെ കോപ്പിയിൽ എന്ത് ചെയ്യണം? തിരുത്തിയാൽ എല്ലാത്തിനും വെച്ചാൽ പിന്നീട് എടുക്കുന്നത് തിരുത്ത് വരും. ഇപ്പോൾ ഡോണയെ സംബന്ധിച്ചോളം ഡോണ നോക്കിയപ്പോൾ പപ്പ ചെയ്തു, മമ്മി ചെയ്തു, അപ്പോൾ എനിക്കും ചെയ്യാം. പക്ഷെ പപ്പായ്ക്കും മമ്മിക്കും ബ്രേക്ക് ഇട്ടപ്പോൾ നിന്നു. ഡോണയെ സംബന്ധിച്ചോളം ബ്രേക്ക് എവിടെയിട്ടൊന്നും നിൽക്കുന്നില്ല. അതവസ്ഥ. ഇവിടെ ഡോണയുടെ കേസിൽ ഇപ്പോൾ ഡോണ ചെയ്ത പാപത്തിൻ്റെ പ്രധാന ഉത്തരവാദികൾ അവരുടെ മാതാപിതാക്കളല്ലേ? തെറ്റായ മാതൃക കാണിച്ച വഴിയിൽ തെറ്റായ മാതൃക കാണിച്ച്. പക്ഷേ മാതാപിതാക്കൾ വാസ്തവത്തിൽ നമുക്ക് പാവമാണെന്ന് പറയാൻ പറ്റുകയില്ല. അവരവരുടെ പ്രായത്തിൽ ഒരു കാര്യം ചെയ്തു, പക്ഷേ അവർ വഴിതെറ്റിയും അവരുടെ ബന്ധം ഒരു പരിധി കൂടെ പോയെന്ന് കരുതിയപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പിൻവലിഞ്ഞു. ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നി, അതിനകത്ത് കയറി, അപ്പോൾ ഈ തെറ്റാൻ തോന്നി ഇറങ്ങി വന്നു. മമ്മിക്കും തോന്നി കയറി ഇറങ്ങിപ്പോന്നു, അവരിറങ്ങാൻ സാധിച്ചു. പക്ഷേ ഈ മോളെ സംബന്ധിച്ചോളം മോൾക്ക് കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും വലിയൊരുപാട് തൊല്ലം ചെയ്യും.
ഇവരുടെ ഡോണയുടെ മമ്മിക്കും പപ്പായ്ക്കുള്ള ഗുണം എന്തായിരുന്നു? അവർക്ക് ചെറുപ്പത്തിലെ ധ്യാനങ്ങളിലൂടെ കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് കിടപ്പുണ്ടായിരുന്നു. കയറി ചെന്ന് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ബന്ധം അവരുടെ കുടുംബജീവിതത്തിനും ഈശോ ആയിട്ടുള്ള ബന്ധത്തിന് തടസ്സമാണെന്ന് കണ്ടെത്തിയപ്പോൾ അവർ സ്റ്റോപ്പ് ഇട്ടു. അപ്പോൾ ഈ ഒരു സ്പിരിച്വലായിട്ടുള്ള ഡെപ്തോ അല്ല ഇന്നർ സ്പിരിച്വൽ ഡെപ്തും അല്ലെങ്കിൽ വചനങ്ങളോ ആർക്ക് കിട്ടിയിട്ടില്ല? ഡോണയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഡോണ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താ? ശരിയെന്ന് കരുതിയാണ് കയറിയത്. ആ ശരി എന്തിലേക്ക് നയിച്ചു? തെറ്റിലേക്ക് നയിച്ചു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഫേസ്ബുക്കും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്ന, പക്ഷേ ഒരു പരിധി വരെയുള്ള കുട്ടികൾക്ക് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് തിരിച്ചറിവുണ്ടാകുന്നില്ല. അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെയല്ലേ അവർ ഒരു പക്ഷേ ഇതെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് പല കുട്ടികൾക്കും സംഭവിക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്ക് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് അറിയുന്നില്ല. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് അവരും എന്ത് ചെയ്യുന്നു? ഫേസ്ബുക്ക് ബിൽഡപ്പ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് കയറുന്നു. പക്ഷെ ഇതിനകത്ത് വരുന്ന നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കില്ല? കുഞ്ഞിനില്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞിന് നല്ലൊരു കുട്ടിയായിരിക്കാം, ആ ഫേസ്ബുക്ക് അവളെ എന്ത് ചെയ്യുന്നു? അവനെ എന്ത് ചെയ്യുന്നു? ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്തോട്ട് എത്തേണ്ടതായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ പലയിടത്തും വായിച്ചൊക്കെ കേട്ടിട്ടുമുണ്ട്. പക്ഷേ അതിനോടൊരു താല്പര്യക്കുറവാണ് ഇന്നത്തെ കുട്ടികൾ നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചോളം അടിച്ചു പൊളിച്ച് ജീവിക്കുക. നാളെ എന്നൊരു ദിവസം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യണം? മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം സന്തോഷിക്കുക, അതിന് പറ്റുന്ന എല്ലാ വിധത്തിലും. അപ്പോൾ അവരുടെ മനസ്സിൽ കിട്ടിയിരിക്കുന്ന വാസ്തവത്തിൽ ഇൻപുട്ട് എന്ന് പറയുന്നത്, സന്തോഷിക്കാനുള്ള വഴി എന്ന് പറയുന്നത് മദ്യം, സെക്സ്, അടിപൊളി ഡാൻസ് അല്ലെങ്കിൽ സിനിമ. ഇതല്ലാതെ യഥാർത്ഥമായ സന്തോഷം എന്നിവർ അറിയുന്നില്ല. ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? വലിയൊരു സന്തോഷം കിട്ടുന്നു. സിനിമ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? സന്തോഷം തീരുന്നു. അസൽ പറഞ്ഞാൽ ഇപ്പോൾ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടുന്നിടം വരെയും എന്താ വലിയ പ്രതീക്ഷയാണ്. കൂട്ടുകാരെ എല്ലാം തോൽപ്പിച്ച് ഈ സിനിമ കാണുന്നു. ഇടിച്ചാണെങ്കിൽ ബഹളം ഉണ്ടാക്കി നമ്മൾ ഇരട്ടി പൈസ കൊടുത്ത് തിയേറ്ററിനകത്ത് കയറി സിനിമ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ കൊണ്ട് സന്തോഷം തീരുക. അപ്പോൾ അടുത്ത സിനിമ വരുവാണ്. വാസ്തവത്തിൽ ഈ കുട്ടികളെ യഥാർത്ഥ സന്തോഷം എന്തെന്ന് തിരിച്ചറിയുന്നില്ല. ഇപ്പം എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട്, ഫേസ്ബുക്കിൽ ആ കുട്ടിയുണ്ട്. എന്നാലും ഫേസ്ബുക്കിൽ തന്നെ ഓരോ വൃത്തികെട്ട ചാറ്റിങ്ങിനും കമൻറ്റിങ്ങിനൊന്നും ആ കുട്ടി പോകാറില്ല. ആ കുട്ടിയെ എല്ലാവരും ഒഴിവാക്കുകയാണ് അവരുടെ സാധാരണ സംസാരങ്ങളിൽ നിന്ന്. ആ കുട്ടിക്ക് അങ്ങനെ കൂട്ടുകാരൊന്നും പൊതുവേ ഒത്തിരി ഇല്ല. അപ്പം ഇങ്ങനെ മെജോറിറ്റി കുട്ടികളും ഇങ്ങനെ തെറ്റായ രീതിയിൽ വഴിതെറ്റി പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുമ്പം ഈ കുട്ടിക്ക് മാത്രം എങ്ങനെയാണ് എല്ലാവർക്കും എതിരായി നീന്തി തന്നെ നിൽക്കാൻ പറ്റുക? ദൈവത്തിന് പ്രത്യേക കൃപയുണ്ടെങ്കിൽ പറ്റും. ഉദാഹരണമായിട്ട് ഞാൻ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പലരെ ഇത് കാണുമ്പോൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഉള്ളിലൊക്കെ സഫലീകരിക്കാത്ത ആഗ്രഹങ്ങളാണ് അവർ ഈ ഫോട്ടോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവരിപ്പം വലിയ സ്മാർട്ടല്ലാന്ന് അവർക്ക് തോന്നുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഓരോ കോമാളി വേഷം ഓരോന്ന് ഇട്ടിട്ട് ഇന്ന സിനിമയിലെ നായകനെ പോലെയൊക്കെ ഒരു സ്റ്റൈലായിട്ട് നിൽക്കുന്നു. അത് അവരോട് നമ്മളിപ്പോൾ പറയുകയാണ്, സമൂഹത്തിന് മുമ്പിൽ സ്റ്റേജിൽ കാണിക്കാൻ പറഞ്ഞവർ കാണിക്കത്തില്ല. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ സഫലീകരിക്കാത്ത ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു? അവരിങ്ങനെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വരുമ്പോൾ ഇപ്പോൾ മോള് പറഞ്ഞതുപോലെ യഥാർത്ഥമായി ജീവിക്കുന്ന ഒരുപാടുണ്ട്. അവർ ഈ സമൂഹത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? മോള് പറഞ്ഞതുപോലെ അവരോട് കൂട്ടുകൂടാനൊന്നും ആരും ഒറ്റപ്പെട്ടുകൊണ്ട്. കാരണം അവരിപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ സിനിമയെക്കുറിച്ച്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇന്ന പടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ കണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മൂവി ഉണ്ടെങ്കിൽ, ഒരു സെക്സ് ഉണ്ടെങ്കിൽ സെക്സിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. നല്ല രീതിയിൽ ഫേസ്ബുക്ക് റൺ ചെയ്യുന്നവർക്ക് അവിടെ എന്തില്ല അവിടെ. അപ്പം നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ ഈ സമൂഹം വിളിക്കുന്നത് പഴഞ്ചനാണ്, ഈ കാലഘട്ടത്തിന് യോജിച്ച ജീവിതമല്ല. പിന്നെ നീ നമ്മളോട് ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അല്ലേ? എന്തായിരിക്കാം? നാളെ ജീവിതം അവസാനിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ്, ഇത് കഴിഞ്ഞൊരു ജീവിതം ഇല്ല, അച്ഛനും സിസ്റ്റർമാരും ഒക്കെ ചുമ്മാ പറയുന്നതാണ്. അങ്ങനെ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നത്. ഒറ്റപ്പെട്ട. അപ്പോൾ അവരെ കൂടെ വാസ്തവത്തിൽ ഈ മറ്റു കുട്ടികൾ ഉദ്ദേശിക്കുന്നറിയാവോ? ഈ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈയിടെ നമ്മുടെ ക്രിസ്ത്യൻ ധ്യാനം കൂടിയ ഒരു കുട്ടി ഇപ്രകാരം അനുഭവം. അവൾ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. അവൾ പറഞ്ഞാണ് അവളുടെ ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ആൺകുട്ടികളും ചില പെൺകുട്ടികളും എന്ത് ചെയ്യുന്നു? മദ്യം കഴിക്കും ചെറുതായിട്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ഒരു ദിവസം അവർ മദ്യം കഴിക്കണം.
ചെറുതായിട്ട്. അപ്പം ഈ ഹോസ്റ്റലിലുള്ള നമ്മുടെ പ്രാർത്ഥനയുള്ള കുട്ടികളുണ്ട്, അവരെന്ത് ചെയ്ത് എൻ്റെ കൂടത്തില്ല. അപ്പോൾ അവരെന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ പലപ്പോഴായിട്ട് നിർബന്ധിക്കുകയാണ്, ഒരു പ്രാവശ്യം മാത്രം എന്ത് ചെയ്യാൻ മതി, കഴിച്ചാൽ മതി. അപ്പോൾ അവരതിനുള്ള കാര്യം പറഞ്ഞു തന്നു, എന്ത് ചെയ്യണം, ഇന്ന കൊക്കക്കോളയ്ക്കകത്തോട്ട് ലയിച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സിപ്പ് ചെയ്ത്. ഇപ്പം മറ്റു കുട്ടികൾ ഉദ്ദേശിക്കുന്ന അറിയാവോ, ഇവരെ കൂടെ എന്ത് ചെയ്യണം, ഇത് കുടിച്ചതായിട്ട് വരുത്തിയാൽ പിന്നെയുള്ള ഗുണം എന്താ, പിന്നെ എപ്പോഴും എന്ത് ചെയ്താൽ പോലും ഇത് പെൺകുട്ടികളാണെന്ന് ഓർക്കണം, ചെയ്താൽ പോലും ഇവർക്ക് ആർക്കും സംസാരിക്കാൻ അധികാരികളെ അറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ വാസ്തവത്തിൽ കഴിക്കാതെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൂട്ടുകൂടാതെ ചീത്ത കൂട്ടുകെട്ട് പോകാത്തത് കൊണ്ട് ഇവരെ അവർക്ക് പേടിയാണ്. ഇവരേതെങ്കിലും കാരണവശാൽ കോളേജ് അധികാരികളോട് പറഞ്ഞു കൊടുത്താൽ, സ്കൂൾ അധികാരി പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യുന്നു, പിടിക്കപ്പെടുമല്ലോ. എന്നിട്ട് അതിനു വേണ്ടി ഈ നല്ല കുട്ടികളെ അവരെന്ത് ചെയ്യുന്നു, ഇത് ഏതെങ്കിലും വിധത്തിൽ തിന്മ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് സഹായം ലഭിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം നമുക്ക് തരും. കാരണം നമുക്ക് നല്ല കൂട്ടുകാരെ കിട്ടത്തില്ല എന്ന് തോന്നുന്നു, പക്ഷേ ഈശോ കൂട്ടുകാരനാകുമ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റു കൂട്ടുകൂടി കിട്ടാതെ ഇരട്ടി സന്തോഷത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഡോണയെ സംബന്ധിച്ചോളം, ഡോണ വീട്ടിൽ ഒറ്റക്കുട്ടിയായിരുന്നു. അവൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടിയപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് അതിർത്തി വിട്ട് എന്ത് ചെയ്തു, അതോട്ട് കയറി. അപ്പോൾ ഞങ്ങൾ ബൈബിളിൽ ഒന്ന് രണ്ട് ഭാഗങ്ങൾ, ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ 27-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 27, 16, 17, 18. അവിടെ ആ സംഭവം ഇതാണ്, എന്ത് ചെയ്യുന്നു, ഒരു പിതാവിനെ അദ്ദേഹത്തിൻ്റെ മകൻ യാക്കോബ് എന്ത് ചെയ്യുന്നു, പറ്റിക്കുന്നതാണ്. വായിക്കാം. യാക്കോബ് കടിഞ്ഞൂൽ അവകാശം സ്വന്തമാക്കാൻ വേണ്ടി ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചേട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ എന്ത് ചെയ്യുന്നു, പറ്റിക്കുന്നു. 27-ാം അധ്യായം 16, 17 വായിക്കാം. ആട്ടിൻ തോല് കൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും മൂടി പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. യാക്കോബ് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിളിച്ചു, എൻ്റെ പിതാവേ, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ ആരാണ് മകനെ എന്നവൻ ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏശാവാണ് ഞാൻ. അപ്പോൾ യാക്കോബ് എന്ത് ചെയ്യുന്നു, ആരെ പോലെ ആയി, ഏശാവിനെ പോലെ ആയിട്ട് അപ്പനെ പറ്റിക്കുക. അപ്പോൾ നമ്മൾ ബൈബിളിലേക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും, 37-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ 37, 31 യാക്കോബിനെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ മക്കൾ പറ്റിക്കുന്നു. അപ്പൻ ചെയ്ത അതേപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യുന്നു, അപ്പനെയും പറ്റിക്കുന്നു. 37-ാം അധ്യായത്തിൽ അവിടെ സംഭവം ഇതാണ്, ജോസഫിനെ എന്ത് ചെയ്യുന്നു, സഹോദരങ്ങളെ പൊട്ടക്കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം അവർ എന്ത് ചെയ്തു, അതിൻ്റെ 31-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവർ ഒരാടിനെ കൊന്ന് ജോസഫിന്റെ കുപ്പായം എടുത്ത് അതിന്റെ രക്തത്തിൽ മുക്കി. കൈ നീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് അങ്ങയുടെ മകൻ്റേതാണോ അല്ലയോ എന്ന് നോക്കുക. കണ്ടോ, യാക്കോബ് തൻ്റെ പിതാവിനെ പറ്റിച്ചു. അതേപോലെ തന്നെ വേറെ രീതിയിൽ എന്ത് ചെയ്യുന്നു, യാക്കോബിന് അദ്ദേഹത്തിൻ്റെ മക്കൾ പറ്റിക്കും. ബൈബിളിൽ ചില കാര്യങ്ങളിൽ ഒരു തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഡോണയുടെ മാതാപിതാക്കൾക്ക് തിരിച്ചറിവ് കിട്ടിയപ്പോൾ ഡോണയ്ക്കും തിരിച്ചറിവ് കിട്ടി. ഇവിടെ അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ രണ്ടുപേരുടെ കൈകോർത്ത് പിടിച്ച് മമ്മിയും പപ്പായും അനുദപിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായി. അത് മാത്രമല്ല ഡോണയും എന്ത് ചെയ്തു, അവൾ ആദ്യമൊക്കെ പറഞ്ഞത് നിങ്ങളെന്തെല്ലാം പ്രാർത്ഥിച്ചാലും ശരി എനിക്കൊരിക്കലും തിരിച്ചു വരാൻ പറ്റുകയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ മമ്മിയും പപ്പായും കൈകോർത്ത് പിടിച്ച് അവർ കാണിച്ച അവിവേകത്തിന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചു. ഡോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡോണയും അമ്മയൊക്കെ അനുദപിക്കാനും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു പരിധിവരെയും അവൾ ആ തെറ്റായ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്ത് വരുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട്. 100% മുഴുവനായെന്ന് പറയുന്നില്ല, എങ്കിലും ആ വലിയൊരു അടിമത്തത്തിൽ നിന്ന് ആ കുട്ടിക്ക് ഡോണയ്ക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചു. ഇപ്പോൾ മാതാപിതാക്കൾ ഒരു പക്ഷേ അവർ മനുഷ്യരാണല്ലോ, അവരുടെ ഭാഗത്തു നിന്നും തെറ്റുകളുണ്ടായേക്കാം. അത് കണ്ടുകൊണ്ട് മക്കൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് അവർക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? അപ്പോൾ അവിടെയാണ് വീണ്ടും വരുന്നത്, ഒരു കുട്ടിയെന്ന നിലയിൽ മാതാപിതാക്കൾ വാസ്തവത്തിൽ നമ്മുടെ വളർത്തു മാതാപിതാക്കൾ. യഥാർത്ഥ പിതാവ് എവിടെ? സ്വർഗത്തിലെ പിതാവാണ്. സ്വർഗത്തിലെ അമ്മയാണ് നമ്മുടെ യഥാർത്ഥ അമ്മ. ഭൂമിയിലെ മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണ്. വാസ്തവത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ വളർത്ത്
മാതാപിതാക്കളാണ്. അവിടെയാണ് മോൻ പറഞ്ഞത് എന്ത് ചെയ്യുന്നു, അവർക്ക് തെറ്റുകൾ സംഭവിക്കാം. ഈ ഭൂമിയിലെ സ്വർഗത്തിലെ അപ്പനും അമ്മയ്ക്കും ഒരിക്കലും തെറ്റ് പറ്റിയാല. അപ്പോൾ നമ്മുടെ വളർത്ത് മാതാപിതാക്കൾ, നമ്മുടെ ഈ ഭൂമിയിലെ മാതാപിതാക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കാൻ നമുക്കൊരിക്കലും അനുവാദമില്ല. ഒരു കാര്യം അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സ്വർഗത്തിലെ എൻ്റെ അപ്പൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് അറിയണമെങ്കിൽ അവൻ എന്ത് വായിക്കണം? കുട്ടി എന്തറിയണം? ദൈവത്തിൻ്റെ വചനം അറിയണം. വചനം അറിയാമെങ്കിൽ അവനെ സംബന്ധിച്ചോളം പപ്പ ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ മമ്മി ഒരു കാര്യം ചെയ്യുന്നു, ഇത് ശരിയല്ല എന്ന് മനസ്സിൽ പറയും. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവരെ കോപ്പി ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കും. ഇവന് വചനം അറിയാൻ മേലെങ്കിലോ അപ്പൻ ചെയ്യുന്നത് അമ്മ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് തോന്നിയിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൻ ചെയ്യുന്ന തെറ്റ് അമ്മ ചെയ്യുന്ന തെറ്റ് ഈ കുട്ടി എന്തായിട്ട് തരുന്നത്? ശരിയെന്ന് കരുതി ആ തെറ്റിൽ തുടരും. അത് അവൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു? തകർച്ചയിലേക്ക് നയിക്കും. ഡോണയ്ക്ക് സംഭവിച്ചതാണ്. പപ്പായും മമ്മിയും തെറ്റ് മനസ്സിലാക്കി സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു വന്നു. പക്ഷെ ഡോണ വിചാരിച്ചെന്താ? ഇത് ശരിയായ ഒരു കാര്യമാണ്. പക്ഷെ ദൈവകൃപയാൽ പ്രിയപ്പെട്ടവർ, നമുക്ക് മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാരണം അവർക്ക് നമ്മളെപ്പോലെ വിദ്യാഭ്യാസം കുറവുണ്ടായിരിക്കാം, ബൈബിൾ അറിയാമല്ലോ. കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ കടമയാണ് ബൈബിൾ നന്നായിട്ട് വായിക്കുക, ധ്യാനിക്കുക, ജീവിക്കുക. അപ്പോൾ ഒരിക്കലും ഡോണയ്ക്ക് പറ്റിയ അബദ്ധം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ശ്രവിക്കുന്ന മക്കളെ, നിങ്ങളുടെ പപ്പ അല്ലെങ്കിൽ മമ്മി ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ മോശമായിട്ട് ജീവിക്കുന്നവരായിരിക്കാം. അതിൻ്റെ പേരിൽ നിങ്ങളൊരിക്കലും നിങ്ങളുടെ ജീവിതത്തെ അപ്രകാരം ജീവിക്കരുത്. മറിച്ച് നിങ്ങൾ യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ പപ്പായോ മമ്മിയോ മോശമായി ജീവിക്കുന്നതാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഡോണയെ നേടിയെടുക്കുവാൻ മമ്മിയും പപ്പായും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചതുപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവായ അനുഭവമാണ് മക്കളിലേക്ക് കൈമാറിപ്പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഭയപ്പെടരുത്. ഇപ്പോൾ മുതൽ, ഇന്ന് മുതൽ അനുദപിക്കാനും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഡോണയെ വീണ്ടെടുക്കാനായിട്ട് മാതാപിതാക്കൾ സാധിച്ചതുപോലെ നിങ്ങളുടെ കുഞ്ഞിനെയും തിന്മയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച, ഞങ്ങൾക്ക് ഭൂമിയിൽ നല്ല മാതാപിതാക്കളെ തന്നതിനെ ഓർത്ത് ഞങ്ങൾ ആദ്യമായി അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അവരിലൂടെ ഞങ്ങൾ കണ്ടുപിടിച്ച ഓരോ മിസ്റ്റേക്സും ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഇനി ഒരിക്കലും അവ ആവർത്തിക്കാതിരിക്കാൻ അങ്ങയുടെ വചനത്താലുള്ള ശക്തി അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനം പഠിക്കാനും അത് ഹൃദയത്തിൽ എഴുതി വെക്കുവാനും ഒരിക്കലും അങ്ങേക്കെതിരായി പ്രവർത്തിക്കാതിരിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം കാണുകയുണ്ടായി മാതാപിതാക്കൾക്ക് പറ്റിയ തെറ്റ് അനുകരിച്ച് വലിയൊരു തിന്മയിലേക്ക് നടന്നു നീങ്ങിയ ഒരു കുട്ടിയെപ്പറ്റി. പ്രിയ കൂട്ടുകാരെ, നമുക്കൊന്നോർക്കാം, നമ്മുടെ യഥാർത്ഥ പിതാവ് സ്വർഗീയ പിതാവാണ്. നമ്മുടെ യഥാർത്ഥ മാതാവ് സ്വർഗീയ അമ്മയാണ്. അവർക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന എല്ലാ പുതിയ ടെക്നോളജിയും നമുക്ക് ദൈവത്തിൻ്റെ വചനവും മറ്റ് നല്ല കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമായി ഉപയോഗിക്കാം. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.